തൊട്ട് നമ്മളൊരു പുതിയ ഗ്യാങ് ആവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് ഡയോസ്, DIOS, ഡയോസ്. ഓക്കെ. അപ്പോൾ എനിക്ക് എടാ കുറച്ച് എടാ മറ്റേത് ഓഫ് ആയിക്കോ, പാട്ട് ഓഫ് ആയിക്കോ. കുറച്ച് കാര്യങ്ങൾ എല്ലായിടത്തോട്ട് പറയാനുണ്ട്. കാരണം എല്ലാവരും നിൽക്കി, ഇവിടെ നിന്നാലും തന്നെ എല്ലാവരും കേട്ടോ. കുറച്ച് അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് മെയിനായിട്ട് എല്ലാവരുടെ അടുത്തും വരാനായിട്ട് പറഞ്ഞത്. നിങ്ങൾക്കറിയാലോ, നമ്മൾ കുറേ നാളായി എല്ലാവരും ഒരുമിച്ചൊന്ന് കണ്ടിട്ട് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഇത്രയും നാളുണ്ടായിരുന്നത് TV എന്ന് പറയുന്ന ഒരു ഫാമിലിക്കകത്തായിരുന്നു. പക്ഷേ നമ്മുടെ സ്വന്തം ആയിരുന്നു TV എന്ന് പറയുമ്പോൾ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ സമയത്തായിട്ട് വന്ന് കയറി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു ഇത്രയും നാൾ. ഞാൻ രായനും ഒക്കെ ആദ്യം തൊട്ടുണ്ടായിരുന്നു. അതിനുശേഷം സുനി വന്നു, ലുല വന്നു. അപ്പോൾ ഇതിനകത്തുള്ള ഓരോരുത്തരായിട്ട് പിന്നെ വന്നു. ഇപ്പം കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ കാരണം നമ്മളിൽ പലരും TV നിന്ന് മാറിയിരുന്നു. അപ്പം ആ ഒരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറി. നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർക്കാൻ കുറേ വൈകിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിച്ചതിലധികം വൈകി. ഓരോ പ്രശ്നങ്ങളെല്ലാം തീർന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ ഇപ്പം TV പുതിയ ആൾക്കാർ ഇതൊക്കെ വന്നു. കാരണം അവർക്ക് വേറെ വഴിയില്ല. അവർക്കും എന്നുവെച്ചാൽ TV മുമ്പോട്ട് പോകണം. അവരും മനസ്സിലായില്ലേ, നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു 15 പേര് വേണ്ട സ്ഥലത്ത് 15 പേര് ഇല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചിനി അങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ച് കയറാൻ പറ്റത്തില്ല. കാരണം അവിടെ അതിൽ കൂടുതൽ ഒരു ലിമിറ്റ് കൂടുതൽ ആൾക്കാർ അവിടെ നമുക്കൊരു ഗ്യാങ്ങിൽ കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാവാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണമുള്ളതുകൊണ്ട് നമുക്ക് ഇനി തിരിച്ച് അങ്ങോട്ട് എന്തായാലും ഇനി കയറാൻ പറ്റത്തില്ല. കുറച്ച് വൈകിപ്പോയി എന്ന് തന്നെ പറയണം. പ്രശ്നങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് വരാൻ. അപ്പം ഇനി പക്ഷേ നമ്മൾ ഇത്രയും പേര് എനിക്ക് മനസ്സിലായില്ലേ, പല വഴികളിലായിട്ട് ചിതറിപ്പോകുന്നത് കാണാൻ എനിക്കൊരു താല്പര്യമില്ല. മനസ്സിലായില്ലേ, ഇപ്പം ഇവിടെ 12 പേരുണ്ട്. എന്നുവെച്ചാൽ മണവാളൻ ഇന്ന് വന്നിട്ടില്ല, അവന് വരാൻ പറ്റാത്തതുകൊണ്ട് 13 പേര് ഉള്ളതിൽ നമ്മൾ 12 പേര് ഇവിടെ ഉണ്ട്. മണവാളനും കൂടി ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഓക്കെ. അപ്പം ഉണ്ടെങ്കിൽ അവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ 13 പേര് നമ്മൾ പല വഴികളിലായിട്ട് നമുക്ക് പോകുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ ഇനി എത്ര നാൾ മുമ്പോട്ടുണ്ടോ അത്രയും നാൾ നമ്മൾ ഒരുമിച്ച് തന്നെ കാണണം. മനസ്സിലായ? അപ്പം അതുകൊണ്ട് നമുക്കിനി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളെപ്പോഴും ഒരുമിച്ച് നിൽക്കണം. മനസ്സിലായില്ലേ? ഇതുപോലെ വേറെ കാര്യം കൂടി പറയാനുള്ളത്, ഇത് വളരെ എല്ലാവരും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ഇവിടം വരെ എത്തിയത് അല്ലെങ്കിൽ ഇവിടം വരെ നമ്മൾ ഒന്നിച്ച് നിന്നതിൻ്റെ ഒരു കോർ റീസൺ എന്ന് പറഞ്ഞത് TV ആണ്. മനസ്സിലായില്ലേ? ആ ഒരു ഗ്യാങ്ങാണ് നമ്മൾ ഇവിടം വരെ എത്തുന്നതിൽ കാരണം. ഇപ്പോഴും നമുക്കുള്ളൊരു ബ്രദർഹുഡ് ഉള്ളതിൻ്റെ റീസൺ പോലും ആ ഗ്യാങ് തന്നെയാണ്. മനസ്സിലായില്ലേ? വാട്ടവർ നമ്മളവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ പ്രശ്നങ്ങൾ കാരണം ഇറങ്ങി ഇതായി, അത് പ്രശ്നങ്ങളുടെ തീർന്നു എങ്കിലും പറയണം, നമ്മൾ ഇവിടം വരെ എത്തിയതിൻ്റെ കോർ റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രദർഹുഡാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോൾ പോലും TV എല്ലാവരും മനസ്സിലായി, ഇനിയും നമ്മുടെ ബ്രദേഴ്സ് തന്നെയായിരിക്കും അവർ എല്ലാവരും. മനസ്സിലായില്ലേ? നമ്മളിവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ട് അവിടെ എല്ലാവർക്കും ഇനി തിരിച്ച് ഒരുമിച്ച് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുന്നു, അത്രേ ഉള്ളൂ. എല്ലാവരും അവിടെ TV എല്ലാവരും നമ്മുടെ ബ്രദേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ? അതിലൊരു നമ്മളിനി എന്ത് വന്നാലും മനസ്സിലായില്ലേ, അത് ഒരു മാറ്റം വരരുത്. നമ്മുടെ മനസ്സിലെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ? സോ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി മുമ്പോട്ട് നമുക്ക് എന്തായാലും പോകണമെങ്കിൽ നമുക്ക്
നമുക്കൊരു സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ ഒരുപാട് ലിമിറ്റ് ഉണ്ട്, മനസ്സിലാവും. നമ്മളിനി എത്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നടന്നാലും സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സിറ്റിയിൽ നടക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലായ. കാരണം നമുക്ക് ഒന്നും ചോദിക്കാനുള്ള പവറോ സംസാരിക്കാനുള്ള ഒരു അധികാരം ഇവിടെ ഇല്ല, മനസ്സിലായില്ലേ. ഇവിടെ എന്നല്ല എവിടെയാണെങ്കിലും സിറ്റിസൺ എന്നുള്ള രീതിയിൽ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂവും കിട്ടൂല നമ്മളെ, മനസ്സിലായില്ലേ. അത് നമുക്ക് നമുക്കത് കറക്റ്റ് മനസ്സിലായ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് HFൻ്റെ ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പോൾ അവസാനം നമ്മൾ എക്സ്ലാൻഡിസ് സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ HFൻ്റെ ഗ്യാങ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ അന്ന് സംസാരിക്കാൻ പോയപ്പം നമ്മളൊന്നും അല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളടുത്ത് അവന്മാർ കാണിച്ചത് നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്, മനസ്സിലായില്ലേ. നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയ സമയം അതാണ്, മനസ്സിലായ. അപ്പം ഇതിനുള്ള എല്ലാ തിരിച്ചു കൊടുക്കണമെങ്കിലും, മനസ്സിലായി, ഇതിനുള്ള എല്ലാം നമുക്ക് കിട്ടിയതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കണമെങ്കിലും നമുക്ക് ഒരു ഗ്യാങ് ആയിട്ട് മുമ്പോട്ട് പോയാൽ എന്തായാലും പറ്റത്തുള്ളൂ. സോ ഇന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഇന്ന് തൊട്ടെന്നല്ല, നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഗ്യാങ് ആവാനായിട്ട് ഇനി സമയം എടുക്കുമായിരിക്കാം, പക്ഷേ ഇന്ന് തൊട്ട് നമ്മളൊരു പുതിയ ഗ്യാങ് ആവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്യാങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് ഡയോസ്, DIOS, ഡയോസ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമുക്ക് ആരുടെ മുമ്പിൽ തോറ്റു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലായോ. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഒരു 2 മാസം 3 മാസം നമ്മൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇനാക്റ്റീവായി മൊത്തത്തിൽ നശിക്കുന്ന ഒരു രീതിയിലെത്തി. ഇനി അത് പറ്റത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പിടിക്കും. നമുക്ക് പോയത് എന്താണോ അതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അതിന് ഞാനെന്തായാലും ഫ്രണ്ടിൽ തന്നെ കാണും, നിങ്ങളും എല്ലാവരും അതേപോലെ കാണുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. നമ്മളെ ബാക്കിലും കാണുമെന്ന്, അത്രേ ഉള്ളു. മനസ്സിലായോന്ന് പറയുന്നത് കുറെ വട്ടായോ? സോറി മനസ്സിലായെന്ന് പറയുന്നത് ഞാനത് അറിയാതെ പറഞ്ഞു പോയതാണ്, നിങ്ങൾ ക്ഷമിക്കണം. സൈഡിൽ കാണോ? സൈഡിൽ നിൽക്കുന്നവരൊക്കെ അത്ര ഇതില്ല കേട്ടോ, ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നതാണ് കാര്യം. ഫസ്റ്റ് വെടി കൊണ്ട് നെഞ്ചിലേറ്റ് വാങ്ങാൻ റെഡി ആയിട്ടിരിക്കണം. സോറി. അപ്പൊ നമുക്ക് ഇനി വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്കിനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്യാങ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലായോ. ഞാൻ ഈ മനസ്സിലായെന്ന് ചോദിക്കുന്നത് ഒരു പ്രശ്നമായിട്ടുണ്ട്, എന്നാലും ഞാൻ മയന്ന് വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മള് നിക്കുന്ന സത്യം പറഞ്ഞ നമ്മളെ കയ്യില് ഒന്നുമില്ല, മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മാത്രമേ ഉള്ളൂ. ഒരു പേരിനൊരു ഗ്യാങ്ങിന്റെ ഒരു പേരും മാത്രം കയ്യിലുണ്ട്. ഡ്രസ് ഇല്ല, വീടില്ല, ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. നമ്മൾ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് നമ്മൾ നിന്ന് മുതൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലാവും. സോ എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഒന്നിച്ച്, മനസ്സിലാവും, എല്ലാരും കൂടി വിചാരിച്ച് ഒരുമിച്ച് നമ്മളെല്ലാരും കൂടി നമ്മുടെ ഫാമിലി കൊണ്ടുവരും. ഒരുത്തന്മാരെ മുമ്പില് സത്യം പറഞ്ഞ അണ്ണൻ പറഞ്ഞ പോലെ HFന്റെ ഒക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് അവന്മാരെ അടിച്ചിട്ട് പോയപ്പോ ആ ടൈമിലൊക്കെ നമ്മൾ സിറ്റിസൺ ആയിട്ട് ഇരുന്നതിന്റെ ആ ഒരു ഒറ്റ ഇതില് നമുക്ക് അറിയാലോ, ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയില്ല, മനസ്സിലായോ. അപ്പൊ ഗ്യാങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓൾറെഡി നമ്മള് ഇത്രയും കാലം നമ്മൾ ചെയ്തോണ്ടിരുന്ന എന്തിനാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ. അപ്പൊ നമ്മൾ എന്താണെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കുക. ഈ സിറ്റിക്കകത്ത് നമ്മൾ എന്താണ്, നമ്മൾ എവിടെ നിന്ന് വന്നതാണ്, എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുക. ഞാൻ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ജസ്റ്റ് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, മനസ്സിലായി, നമ്മളാരും മാറിയിട്ടില്ല, അത്രേ ഉള്ളൂ. യെസ്, അതാണ്, പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ഉള്ളിൽ നമ്മൾ ആരാണെന്ന് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അത് എവിടെ ഒരിക്കലും ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും അത് മാറ്റി കളയാൻ പറ്റൂല, മനസ്സിലായോ. നീയൊക്കെ ഇത്രയും വർഷം എന്തൊക്കെ നിന്റെയൊക്കെ ഇതിൽ എടുത്തിട്ടുണ്ട്, അതൊന്നും ഒരിക്കലും ഒരുത്തനും വിചാരിച്ചാലും അത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അത് മാത്രം മനസ്സിലാക്കുക. അത് എപ്പോഴും നമ്മളെ കൂടെ കാണും. നമ്മൾ ഇവിടെ നിന്ന് ഒന്നേന്ന് തുടങ്ങുവാണ്, മനസ്സിലായോ, ഒന്നേന്ന് തുടങ്ങുവാണ്. ഈ മനസ്സിലായതുള്ളത് എന്റേതാണ് കേട്ടോ, നീ കുറച്ചധികമായിട്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായത്. ഇപ്പം അതൊരു കോമ്പറ്റീഷൻ പോലെ ആയെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് മനസ്സിലായ ഒന്ന് കുറയ്ക്കണം കേട്ടാ. അത് എന്റേതാണ്, അതെന്റേതാണ്.
നമ്മുടെ സ്വന്തം ഷെയ്ഖ് ഇതാര് വടവാളടാ വടവാള രാവിലെ DJ ചാർലി വന്ന് കിടന്ന് പെട്ടെന്ന് ഒരബദ്ധം പറ്റിയത് ഒരു അറബിയുടെ അടുത്ത് അറബി അറിയാത്തോണ്ട് ഞാൻ എന്തോ പറഞ്ഞു അവൻ ഇങ്ങനെ കളറടിച്ചു. കുഴപ്പമില്ല കുഴപ്പമില്ല. ഓ അതാ വെൽക്കം വെൽക്കം. നീ കാണത്തില്ലെന്നാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞ പേടി വന്നത്. അത്രേ ഉള്ളു വടവാള അത്രേ ഉള്ളു. ആ നീ വന്നില്ലേ അടിച്ച് തിരിച്ചേരെ. ആ അത്രേ ഉള്ളു. എടാ അപ്പൊ കുറച്ച് കാര്യങ്ങളോട് പറയട്ടെ. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. നമുക്ക് എടാ കേക്ക് എല്ലാരും കേക്ക്. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് എല്ലായിടത്തെ. കേക്കാമോ? ഹലോ ഷൗട്ട് ആക്കണം. എഫിലാണല്ലേ? ഇപ്പൊ കേക്കാമോ? ഓക്കെ. അപ്പം ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്യാങ് ആവണമെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു മനസ്സിലായില്ലേ, നമ്മളൊരു ഗ്യാങ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു കാര്യത്തിന് ഇറങ്ങണമെങ്കിൽ പോലും നമുക്കൊരു 15 പേരെങ്കിലും വേണം, അറിയാല്ലേ. അത് മാത്രമല്ല ഇവിടെ എന്നും ഈ നമ്മളിപ്പോൾ ഉള്ള 13 പേർക്ക് ചിലപ്പോൾ എല്ലാ സമയവും ഇവിടെ കാണാൻ പറ്റിയൊന്നും വരത്തില്ല. അപ്പം എങ്ങനെ പോയാലും നമുക്ക് മനസ്സിലായില്ലേ ഒരു 6-7 പേരെങ്കിലും മിനിമം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫാമിലി നമുക്ക് കുറച്ചുകൂടി വലുതാക്കണം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ കൂടെ എന്ത് വന്നാലും നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള കുറച്ച് പേരെ നമുക്ക് വേണം. കുറച്ച് പേരെ ഞാൻ എന്തായാലും എൻ്റെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഉടനെ വെരി സൂൺ നമ്മൾ നമ്മുടെ ഫാമിലിയോട്ട് അവരെ കൊണ്ടുവരും. ഓക്കെ. അപ്പം വേറൊരു കാര്യം, അതുപോലെ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഗ്യാങ് വണ്ടി ഇല്ല, കാര്യങ്ങളില്ല. അതൊക്കെ ഇനി നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് സെറ്റാക്കണം. ഗ്യാങ് വണ്ടി, ഗ്യാങ് ഡ്രസ്സ്, ഗ്യാങ് ഹൗസ് ഒന്നും നമുക്കില്ല. എല്ലാം നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് സെറ്റാക്കണം. അപ്പം കുറച്ച് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം രായനും ഗുലാനും ഇവരൊക്കെ തന്നെ ഇത്രയും നാൾ ചെയ്തതുപോലെ ഇവർ തന്നെ കാണും. എല്ലാം പഴയതുപോലെ ചെയ്ത് മുമ്പോട്ട് നമ്മളെ എല്ലാം സെറ്റാക്കി കൊണ്ടുപോകാനായിട്ട് ഇവർ തന്നെ കാണും. അപ്പോൾ കുറച്ചൊന്ന് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് രായനും ഗുലാനും ഉടനെ തന്നെ തരും. ബാക്കി എന്തുണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മാത്രമല്ല നമ്മളെല്ലാരും കാണും ഇനി അങ്ങോട്ട്. അവരെ തലേ മാത്രമാക്കി വെക്കണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കും. അല്ല അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളില് ബെസ്റ്റ് ഇൻ ദ ബിസിനസ് എന്ന് പറയുന്നത് രായനും ഗുലാനും അല്ലേ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് ഞാൻ അവരെ പേര് പറഞ്ഞത്. വണ്ടി വീട് മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ ആരും തൊടുന്നത് ആരും ഇഷ്ടപ്പെടൂല, മനസ്സിലായില്ലേ. അയാളുടെ തൊട്ടാ കൈ വെട്ടി തൊലയ്ക്കും, മനസ്സിലായോ? അതൊക്കെ ഞാൻ എടാ, നിങ്ങൾ ഈ സിറ്റിയില് ഒരു പരിപാടിക്ക് ഒന്നും കഷ്ടപ്പെടണം എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അത് ചെയ്തോളാം. ബാക്കി കാര്യങ്ങള് മാത്രം ആ കട്ടിങ് നീ തന്നെ കൂട്ടി ബാക്കി അതൊക്കെ നീയൊക്കെ തന്നെ ചെയ്യണം. ഗ്രൈൻഡിങ് ഇവിടെ എല്ലാവർക്കും ബാധകം തന്നെയാണ്, പേടിക്കണ്ട, മനസ്സിലായില്ലേ. ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമാണ്. എങ്ങനെയല്ലേ കട്ടിട്ടാണേലും കട പേടിച്ചിട്ടാണേലും ഗ്യാങ് ഫണ്ടും കാര്യങ്ങളൊക്കെ സമയം എത്തിക്കുക. അത് പണ്ടത്തെ പോലെ തന്നെ ഒരു മാറ്റമില്ല. അതുപോലെ നമ്മുടെ ഗ്യാങ് ഡ്രസ്സിന്റെ കളറ് കറന്റ്ലി നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആയിരിക്കും നമ്മുടെ പ്രൈമറി കളറ്. അത് കഴിഞ്ഞിട്ട് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന കളറ് പ്ലസ് റെഡ് ആയിരിക്കും. അതാണ് നമ്മുടെ കറന്റ്ലി നമ്മുടെ ഒരു കളർ കോഡ് വന്നേക്കുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഇനി മനസ്സിലായില്ലേ, രാൻഡയിലാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതും എല്ലാം കാണിക്കാം. ഒരു സമയമാകുമ്പോൾ എല്ലാം ക്ലിയർ ആയി വരുമ്പോൾ എല്ലാവരെയും നിങ്ങളെ അറിയിക്കാം. എല്ലാം കാണിച്ച് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പയ്യെ അത്ര പയ്യൊന്നുമല്ല. കുറച്ച് സമാധാനം വേണമല്ലോ. എന്നുവെച്ചാൽ എല്ലാം എടുത്ത് ചാടിക്കുക ചെയ്തിട്ട് അതൊരു ഭംഗി ഇല്ലെങ്കിലും കൊള്ളത്തില്ലല്ലോ. അപ്പം അതിൻ്റെതായ ഒരു ഭംഗിക്ക് ചെയ്യുന്നതല്ലേ രസം. ആ ഒരു സമയം അത്രേ ഉള്ളൂ. അപ്പൊ അണ്ണാ നമ്മള് വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. നമ്മൾ ഇത്രയും ദിവസം തറയിലും മറ്റേ മുതുക്കിന്റെ വരാന്തയിലും മറ്റേ മുതുക്കിന്റെ സ്റ്റെപ്പിന്റെ സൈഡിലൊക്കെയാണ് കിടന്ന് ഉറങ്ങിയത്. അത് ഉറങ്ങി മറ്റേ മൂട്ട കടി കൊണ്ട് എന്റെ ബാക്കും കുഞ്ഞുമോന്റെ തൊണ്ടക്കകത്ത് ഒരു പുഴുവും കയറി.
കണ്ടോ, അവന് അതുകൊണ്ട് കുറഞ്ഞ സെറ്റപ്പിൽ ഞാനൊരു ചെറിയൊരു വാടക വീട് എന്നാ ഡയസ് എല്ലാരും ഞാൻ വേർഡ്സ് അടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിന്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ കുറച്ചായിട്ട് കഴിഞ്ഞു. ബെഡും വലിച്ചു വരിയിട്ടുണ്ട്. മറ്റേ പൊട്ടി അടിച്ച് പെയിന്റ് അടിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് കേറാം. പക്ഷെ ഇപ്പം വീട് പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് വീട് കണ്ടാലണ്ണ എന്തിനാ വീട് പണി കഴിഞ്ഞാ? കഴിഞ്ഞു. വീട് പണി ഫുള്ള് കഴിഞ്ഞു. ഇനി അണ്ണ പൊട്ടി അടിച്ച് ഏത് മറ്റേ വാടക വീടാണ് നമ്മുടെ? വാടക നമ്മള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് വന്ന സമയത്ത് നമ്മളിവിടത്തെ ഒരു മറ്റേ ഒരു പെരേട നോക്കി വെച്ചാൽ അവിടെ ഒരു വീട് പണിയുന്ന കാര്യം ഒന്ന് പറഞ്ഞായിരുന്നു. ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വാടക വീട് നമ്മള് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നമുക്ക്. അപ്പം അവിടെ അത് സെറ്റ് ആയെന്നാണ് പറയാൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടൊന്ന് വിട്ടാലോ? വണ്ടി ഉണ്ടാ? 2 വണ്ടി ഉണ്ടാ? 3 വണ്ടി ഉണ്ടാ? ഓക്കെ ഓക്കെ സെറ്റ് അപ്പൊ വാ. ലോക്ക് വെട്ടാ. ലിഫ്റ്റ്. ഓ സോറി എല്ലാരും കയറി എല്ലാരും വണ്ടി കയറി. ഒരാൾ ഇത് കയറിക്കോ. ഇറ്റാച്ചി